ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എ സ്റ്റഡി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ആദ്യം അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ദ ന്യൂസ് ഓഫ് ദി ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. ഈ അടിമയാക്കപ്പെട്ട ഈ ഏഞ്ചലിൻ്റെ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ, റാപ്പിഡിറ്റി എന്ന് വെച്ചാൽ വേഗത്തിൽ, എല്ലായിടത്തും അറിയപ്പെട്ടു. After a few hours, the courtyard had the bustle of a marketplace. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഈ കോർട്ട്യാർഡ്, അവരുടെ ആ വീടിന്റെ കോർട്ട്യാർഡ് എങ്ങനെയെന്ന് വെച്ചാൽ ബസിൽ എന്നുള്ള വേർഡിന്റെ മീനിങ് തിരക്കേറിയ ഒരു ചന്തയെ പോലെയായി മാറി. Couple had to call in troops to disperse the mob. ഈ കപ്പിൾസിന്, അതായത് പെലായു ആൻഡ് എലിസണ്ടക്ക് അതിനുശേഷം ഈ മോബിനെ, ഈ ജനക്കൂട്ടത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ട്രൂപ്സിനെ, അതായത് ആർമിനെ വിളിക്കേണ്ടി വന്നു, സൈന്യത്തെ വിളിക്കേണ്ടി വന്നു. ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദി യാർഡ് ആൻഡ് ചാർജിങ് 5 cents for admission to, ഒന്നുകൂടിയാണ്, ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദി യാർഡ് ആൻഡ് ചാർജിങ് 5 cents for admission to see the angel. പിന്നീട് അവർക്കൊരു ഐഡിയ കിട്ടി. ഫെൻസിങ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വേലി കെട്ടുക എന്ന് പറയാം. ഓക്കെ, ആ വേലി കെട്ടുന്നതിനാണ് ഫെൻസിങ് എന്ന് പറയുക. അവരുടെ മുറ്റം വേലി കെട്ടുക എന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടി. എന്നിട്ട് 5 cents അഡ്മിഷൻ ഫീസായിട്ട് വരുന്നവരടുത്ത് നോക്കി ഈ ഏഞ്ചലിനെ കാണണമെങ്കിൽ 5 cents വേണം എന്നുള്ള രീതിയിൽ, അഡ്മിഷൻ ഫീസ് എന്നുള്ള രീതിയിൽ അവർ ചാർജ് ചെയ്യാൻ തുടങ്ങി. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ എവേ. ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷരായിട്ട് പലരും കുറേ ദൂരത്തിൽ നിന്ന് തന്നെ വന്നു. ദ മോസ്റ്റ് അൺഫോർച്യൂണേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള ഈ ഇൻവാലിഡ്സ് എന്നുള്ള ടേമിൻ്റെ മീനിങ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് എ പേഴ്സൺ ഡിസേബിൾഡ് വിത്ത് ഇൽനെസ്. അപ്പോൾ അതായത് ഒരു അസുഖക്കാരനായിട്ടുള്ള, അപ്പോൾ ഈ ഭൂമിയിലുള്ള അസുഖക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഈ ഏഞ്ചലിൻ്റെ അടുത്ത് വന്നിട്ട് ആരോഗ്യം തേടുകയാണ്. ഓക്കെ, ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഇൽനെസ് മാറാൻ വേണ്ടിയിട്ടും അവരുടെ ആരോഗ്യം ശരിയാവാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ പല ഏരിയയിൽ നിന്നും ഈ ഏഞ്ചലിനെ കാണാൻ വരികയാണ്. ദ പിലായോ ആൻഡ് എലിസൻഡ വർ ഹാപ്പി വിത്ത് ഫാറ്റിക്. പിലായും എലിസൻ്റെയും അതിനുശേഷം ഭയങ്കര ഹാപ്പി ആയിരുന്നു. വിത്ത് ഫാറ്റിക് എന്നുള്ള വേർഡിൻ്റെ മീനിങ് വരുന്നത് ക്ഷീണിപ്പിക്കുക, അതായത് ഈ ആളുകളുടെ വരവും പോക്കും അതുപോലെ തന്നെ മണിയൊക്കെ ഏൺ ചെയ്യാണ് അവർ ഹാപ്പി ആയിരുന്നു. ഓക്കെ, ഇത് കാരണം ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂം വിത്ത് മണി. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ റൂമും മൊത്തം പൈസ കൊണ്ട് തിങ്ങി നിറഞ്ഞു. ക്രാംഡ് എന്ന് വെച്ചാൽ തിങ്ങി നിറയുക എന്നാണ് കേട്ടോ ടേമിന്റെ മീനിങ് വരുന്നത്. സ്റ്റിൽ ദി ലൈൻ ഓഫ് പിലിഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺഡ് ടു എൻറ്റർ റിച്ച്ഡ് ബിയോണ്ട് ദി ഹൊറിസോൺ. ഓക്കെ, എന്നിട്ട് പോലും അവരുടെ റൂമും ഫുള്ള് പൈസ കൊണ്ട് തിങ്ങി നിറഞ്ഞ ആ ടൈം ആയപ്പോൾ പോലും ഈ പിലിഗ്രിംസ് എന്നുള്ള ടേമിന്റെ മീനിങ് വരുന്നത് തീർത്ഥാടകർ, ഈ ഏഞ്ചലിനെ കാണാൻ വരുന്നവരെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ ആ ലൈൻ എന്ന് വെച്ചാൽ എൻറ്റേർഡ് റിച്ച്ഡ് ബിയോണ്ട് ദി ഹൊറിസോൺ, ചക്രവാളത്തിനപ്പുറം എത്തി, അതായത് ലിമിറ്റ് ഇല്ലാണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹൂ ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. ഇതിൽ ഈ മാലാക മാത്രമാണ് ഇങ്ങനെ കാണികൾ വരുന്നതിലും പോകുന്നതിലും ഒന്നും ഒരു എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള റോൾ എടുക്കാത്തത്. അതായത് ബാക്കിയുള്ളവരൊക്കെ ഇതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്, മാലാക അവിടെ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ്. അദ്ദേഹം എങ്ങനെയാണ് ആ സമയം മൊത്തം കംഫർട്ടബിൾ ആവാൻ ശ്രമിക്കുകയാണ്. ഈ ചിക്കൻ്റെ കൂടിൻ്റെ ഉള്ളിൽ, ഈ കോഴിക്കോടിനുള്ളിൽ അദ്ദേഹം കംഫർട്ടബിൾ ആവാൻ ശ്രമിക്കുകയാണ്. ഈ സമയമൊക്കെ ഈ ആളുകൾ വന്ന് പോകുന്ന ആ ടൈമിലും ഒക്കെ ഇദ്ദേഹം എന്തിനാണ് ശ്രമിക്കുന്നത്, ഇവരെ നോക്കാനോ അല്ലെങ്കിൽ മണി ഏൺ ചെയ്യാനോ ഒന്നല്ല ശ്രമിക്കുന്നത്. ആ റൂമിൽ, ആ കൂടിനുള്ളിൽ കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെ ഇരിക്കാം എന്നുള്ളതിനാണ് അയാൾ ശ്രമിക്കുന്നത്. അറ്റ് ഫസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. ആദ്യം അവർ ഈ ഏഞ്ചലിനെ കൊണ്ട് മോത്ത് ബാൾസ് കഴിപ്പിക്കാൻ ശ്രമിച്ചു. മോത്ത് ബാൾസ് എന്ന് വെച്ചാൽ ഈ പെറ്റ്സിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മരുന്നാണ്, ഗുളികയാണ് ഈ മോത്ത് ബാൾ. പ്രാണികളെ അതിനെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിച്ചു. ബട്ട് ഹി ഏറ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. വഴുതനങ്ങൻ്റെ ഒരു ഇങ്ങനെ വഴുതനങ്ങ കുഴച്ചുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു മഷ് പോലെ, ഒരു കഞ്ഞി പോലെ, അത് മാത്രമാണ് ഈ ഏഞ്ചൽ കഴിക്കുക. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി പേഷ്യൻസ്.
പക്ഷേ ഈ ഏഞ്ചലിൻ്റെ ഏറ്റവും സൂപ്പർ നാച്ചുറലായിട്ട് ഫീൽ ചെയ്തിരുന്ന പുണ്യം എന്ന് വേർച്യു എന്ന് വെച്ചാൽ പുണ്യം എന്താന്ന് വെച്ചാൽ അതിൻ്റെ പേഷ്യൻസ് ആണ്, അതിൻ്റെ ക്ഷമയായിരുന്നു എല്ലാവർക്കും സൂപ്പർ നാച്ചുറലായിട്ട് തോന്നുന്നത്. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദി ഹാൻഡ്സ് പെക്ഡ് അറ്റ് ഹിം സെർച്ചിങ് ഫോർ ദി പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. അതിൻ്റെ ചിറകിലെ പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ പുഴുക്കളെയൊക്കെ, ഈ പെക്ഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് കൊത്തുക എന്നാണ് കേട്ടോ. ഈ കോഴികൾ ഈ ഏഞ്ചലിൻ്റെ വിങ്സിൻ്റെ ഇടയിലുള്ള ഈ പ്രാണികളെയൊക്കെ കൊത്തുമ്പോൾ ഇത് ഭയങ്കര പേഷ്യൻ്റ് ആയിരുന്നു, ഭയങ്കര ക്ഷമ കാണിക്കുമായിരുന്നു ഈ ഏഞ്ചൽ. അതിനൊന്നും പ്രതികരിക്കാതെ ഭയങ്കര ക്ഷമയായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. ഹി വാസ് പേഷ്യൻറ്റ് അഗെയിൻ വെൻ ദി ക്രിപ്പിൾസ് പ്ലഗ്ഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. അദ്ദേഹം ആ ഏഞ്ചല് പിന്നെയും ക്ഷമ കാണിക്കുന്നു. എപ്പോഴാണ് ക്ഷമ കാണിക്കുന്നത്? ഒരു ക്രിപ്പിൾസ് ആയിട്ടുള്ള ഒരു കുള്ളനായിട്ടുള്ള വ്യക്തി അതിൻ്റെ തൂവല് വലിച്ചെടുത്തപ്പോൾ അത് വീണ്ടും ക്ഷമ കാണിച്ചു. ഈ തൂവൽ എന്തിനാ ഈ കുള്ളൻ വലിച്ചെടുക്കുന്നത്? അയാളുടെ ലിംസ്, കൈകാലുകളൊക്കെ തടവാൻ വേണ്ടിയിട്ട്. ഹി റിമെയിൻഡ് പേഷ്യൻറ്റ് വെൻ ഈവൻ ദി മോസ്റ്റ് മെർസിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. ആ ഏഞ്ചൽ പിന്നെയും ഭയങ്കര ക്ഷമയായിരുന്നു. കല്ല് എടുത്തെറിയുമ്പോൾ പോലും അത് പ്രതികരിക്കാതെ ഇരുന്നു. ആഫ്റ്റർ ഓൾ ദേ വർ ഓൺലി ട്രൈങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. ഇതൊക്കെ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ ജനങ്ങൾ ചെയ്യണത്? അതൊന്ന് നീറ്റ് നിന്ന് കാണാൻ വേണ്ടിയിട്ട്, ആ ഏഞ്ചലിനെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന് ക്ഷമ കിട്ടാണ്ട് അത് നീറ്റ് നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ഇറ്റ് സോ ഹാപ്പൻഡ് ദാറ്റ് during those days there arrived in the town a traveling show. ആ സമയത്ത് തന്നെ അവരുടെ ആ നാട്ടിൽ ഒരു ട്രാവലിംഗ് ഷോ നടന്നിരുന്നു. അതായത് ഈ യാത്രയിലൂടെ ഇങ്ങനെ പ്രദർശിപ്പിക്കുക, നമ്മൾ വണ്ടിയിലൂടെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് കൊണ്ടുപോകില്ലേ, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ഷോ ആ ടൈമിൽ തന്നെ അവരുടെ നാട്ടിൽ നടന്നിരുന്നു. ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ who had been changed into a spider by the burst of thunder and lightning. ആ ഷോയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്ത്രീ എങ്ങനെയാണെന്ന് വെച്ചാലോ ഒരു ഇടിമിന്നലേറ്റിട്ട് സ്പൈഡറിൻ്റെ രൂപത്തിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഈ സ്ത്രീ അതായിരുന്നു ഈ ട്രാവലിംഗ് ഷോൻ്റെ മെയിൻ അട്രാക്ഷൻ. ആ സ്ത്രീയായിരുന്നു. ദ അഡ്മിഷൻ ഫീ ടു സീ ഹെർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദി ഏഞ്ചൽ. ഈ സ്ത്രീനെ കാണാനുള്ള അഡ്മിഷൻ ഫീസ് ഈ ഏഞ്ചലിനെ കാണാനുള്ള അഡ്മിഷൻ ഫീസിലേറെ കുറവാണ്. So the people flocked to see her. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും കൂട്ടമായി അവരെ കാണാൻ വേണ്ടി പോയി. They were also permitted to ask her all manners of questions about her absurd state. അതുപോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും ഇവരുടെ ഈ അവസ്ഥനെ കുറിച്ച് ക്വസ്റ്റ്യൻസും ചോദിക്കാമായിരുന്നു. ഈ സ്ത്രീനോട് ഇവരുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥനെ കുറിച്ചും കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ചോദ്യങ്ങളും ഈ സ്ത്രീയോട് ചോദിക്കാൻ അനുവാദമുണ്ടായിരുന്നു. Next, the owner of the house had no reason to lament. അതുകൊണ്ട് തന്നെ ഈ പെലായോനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഈ ഓണർ ഓഫ് ദി ഹൗസ് ഹാഡ് റീസൺ ടു ലാമെന്റ്. അവർക്ക് വിലപിക്കാൻ അല്ലെങ്കിൽ സങ്കടപ്പെടാൻ കാരണം ഉണ്ടായിരുന്നു. കാരണം ഈ ഏഞ്ചലിനെ കാണാൻ ഇപ്പോൾ ആരും വരുന്നില്ല. വിത്ത് ദി മണി ദേ സേവ്ഡ് ദേ ബിൽറ്റ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻ. അവർ ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ ഫീസ് മേടിച്ച് ആ പൈസ സേവ് ചെയ്തിട്ട് അവർ 2 നിലയുള്ള ഒരു മാൻഷൻ, ഒരു വീട് പണിതു. ആ വീട്ടിൽ ബാൽക്കണിയും അതുപോലെ ഗാർഡനൊക്കെ ഉള്ള ഒരു വീട് പണിതു. ഇറ്റ് ആൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡിൻ ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദി വിന്റർ ആൻഡ് അയൺ ബാർസ് ഓൺ ദി വിൻഡോ സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിൻ ഗെറ്റ് ഇൻ. അപ്പോൾ അവരിപ്പം ഉണ്ടാക്കിയിട്ടുള്ള ആ വീടിന് വളരെ വലിയൊരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ തണുപ്പ് കാലത്ത് ഞണ്ടുകൾ കയറാതിരിക്കാൻ. അതുപോലെ തന്നെ വിൻഡോക്ക് ജനലുകൾക്ക് അയൺ ബാർസും കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ മാലാക കയറി വരാതിരിക്കാൻ. ഓക്കെ, Pelayo also set up a rabbit warren and gave up his job as a bailiff for good. പെലായോ ആ വീടിൻ്റെ അവിടെ തന്നെ, അവർ പുതിയ നിർമ്മിച്ച ആ വീടിൻ്റെ അവിടെ തന്നെ ഒരു റാബിറ്റ് വാരൻ എന്ന് വെച്ചാൽ ഈ മുയലുകളെ വളർത്തുന്ന കൂടിനാണ് ഈ റാബിറ്റ് വാരൻ എന്ന് പറയുക. അത് സെറ്റപ്പ് ചെയ്തു. അതുപോലെ തന്നെ അയാളുടെ ബേലിഫ്, ഈ ജാമ്യക്കാരനായിട്ടുള്ള നിൽക്കുന്ന ആ ജോബ് ഉണ്ടല്ലോ, അത് ഒഴിവാക്കുകയും ചെയ്തു. എലിസണ്ട ബ്രോട്ട് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡസൻ സിൽക്ക്. പംപ്സ് എന്നുള്ള ടേമിൻ്റെ മീനിങ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്
പ്ലെയിൻ ഷൂ വിത്ത് ഹൈ ഹീൽസ് എന്നാണ്. ഓക്കെ, ഷൂസ് പ്ലെയിൻ ആയിട്ടുള്ള ഷൂസ്, അതിന് ഭയങ്കര ഹീലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഷൂസ്. ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡസെൻറ്റ് സിൽക്ക്. ഇറിഡസെൻറ്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ് മഴവിൽ വർണ്ണങ്ങളുള്ള സിൽക്കിൽ വരുന്ന പല ഡ്രസ്സസും ഈ എലിസണ്ട മേടിച്ചു കൂട്ടി. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡിൻറ്റ് റിസീവ് എനി അറ്റൻഷൻ. അപ്പോൾ ഈ കോഴിക്കോട് മാത്രമേ ഉള്ളൂ അവർ അട്രാക്റ്റീവ് ആക്കാത്തത്, ഒരു അറ്റൻഷനും കൊടുക്കാത്തത് ആ കോഴിക്കോടിന് മാത്രം. അവർ നല്ല വീടുണ്ടാക്കി, നല്ല ജോബ് പോയി, നല്ലൊരു റാബിറ്റിൻ്റെ കൂടുണ്ടാക്കി, അതുപോലെ തന്നെ എലിസൻ്റെ നല്ല ഡ്രസ്സുകൾ മേടിച്ചു, എല്ലാം നടന്നു. പക്ഷേ ഈ ചിക്കൻ കൂട് മാത്രം, ഈ കോഴിക്കോട് മാത്രം അവർ അതുപോലെ തന്നെ അറ്റൻഷൻ ഇല്ലാതെ നിർത്തി. ദ ഡങ്ക് ഹീപ്പ് സ്റ്റെൻച്ച് from the coop was turning the new house into an old one. ഈ കൂട്ടിൽ നിന്ന് വരുന്ന ഡങ്ക് ഹീപ്പ് എന്ന് വെച്ചാൽ ചാണകത്തിൻ്റെ കുമ്പാരത്തിൻ്റെ മണം. ഓക്കെ, അത് ഈ പുതിയ വീടിനെ പഴയ വീടാക്കി മാറ്റിയിരുന്നു. അതായത് ഭയങ്കര ബാഡ് സ്മെൽ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആ പുതിയ വീടിനെ പഴയ വീടായിട്ട് തോന്നുമായിരുന്നു. അറ്റ് ഫസ്റ്റ് വെൻ ദി ചൈൽഡ് ലേൺ ടു വാക്ക് ദേ വർ കെയർഫുൾ ദാറ്റ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ടു ക്ലോസ് ടു ദി കൂപ്പ്. അപ്പോൾ ഈ ഫസ്റ്റ് ഈ കുട്ടി, ഈ സിക്കായിട്ടുള്ള കുട്ടി നടക്കാൻ ആദ്യം തുടങ്ങിയപ്പോൾ അവരാദ്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ഈ കൂടിൻ്റെ അടുത്തേക്ക് പോവാണ്ടതാണ് അവർ ശ്രദ്ധിച്ചത്. ബട്ട് ദെൻ ദേ ബിഗെയിൻ ടു ലൂസ് ദെയർ ഫിയർ ആൻഡ് ഗോട്ട് യൂസ്ഡ് ടു ദ സ്മെൽ. പിന്നീട് അവർ അതിന് ആ പേടിയൊന്നും അവർക്കുണ്ടായില്ല, കുട്ടി അങ്ങോട്ട് പോകും അങ്ങനത്തെ ഭയമൊന്നും പിന്നീട് അവർക്കുണ്ടായില്ല. അതുപോലെ തന്നെ ഈ മണം, ഈ ചാണകത്തിൻ്റെ ആ ടൈപ്പ് സ്മെല്ല് അവർ അതിനോട് യൂസ്ഡ് ടു ആയി. Before the child got his second teeth, he had gone inside the chicken coop to play as the wires were falling apart. അപ്പോൾ ഈ ചൈൽഡിന് സെക്കൻഡ് ടീത്ത്, രണ്ടാമത്തെ പല്ല് വരുമ്പോഴാണ് ചിക്കൻ കോഴിക്കൂടിൻ്റെ അവിടേക്ക് പോകുന്നത്. അവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതിൻ്റെ ഉള്ളിലോട്ട്. ആസ് ദി വയേഴ്സ് വേർ ഫാളിങ് അപ്പാർട്ട്, കമ്പികളൊക്കെ അവിടെ പൊട്ടി വീഴുന്ന ആ ടൈമിലാണ്. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദി ചിക്കൻ ബോക്സ് അറ്റ് ദി സെയിം ടൈം. അവർക്ക് രണ്ടു പേർക്കും ഒരേ ടൈം ചിക്കൻ ബോക്സ് ഉണ്ടായി, അതായത് ഈ കുട്ടിക്കും ഏഞ്ചലിനും. ദ ഡോക്ടർ ഹു ടുക്ക് കെയർ ഓഫ് ദി ചൈൽഡ് കുഡിൻറ്റ് റെസിസ്റ്റ് ദ ടെംപ്ടേഷൻ ടു ലിസൺ ടു ദി ഏഞ്ചൽസ് ഹേർട്ട്. അപ്പോൾ ഈ ഡോക്ടർ, ഈ കുട്ടീനെ നോക്കിയിരുന്ന ഡോക്ടർ, ഈ ഏഞ്ചലിനും ചിക്കൻ ബോക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ടെംപ്ടേഷൻസും അയാൾക്ക് കേൾക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. He found so much whistling in the heart and so many sounds in the kidney. അദ്ദേഹം ഈ ഏഞ്ചലിനെ നോക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് കുറേ വിസ്ലിംഗ് സൗണ്ട്സ് കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ കിഡ്നിന്റെ ഭാഗത്തു നിന്ന്. What surprised him most, however, was the logic of his wings. ഏറ്റവും കൂടുതൽ ആ ഡോക്ടറിന് സർപ്രൈസ് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഈ ഏഞ്ചലിന്റെ വിങ്സ് ആണ്, ചിറകുകളാണ്. They seemed so natural on that completely human organism. ആ മനുഷ്യൻ ശരീരത്തിനെ പോലത്തെ ശരീരമാണ് ഈ ഏഞ്ചലിനുള്ളത് എന്ന് പറഞ്ഞല്ലോ, മനുഷ്യന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഏഞ്ചലിനുള്ളത്. ആ ശരീരത്തിൽ ഈ ചിറക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് കൊടുത്തത്, ഈ ഡോക്ടറിന് കിട്ടിയത്. ഹി കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡിൻറ്റ് ഹാവ് ദം ടു. അയാൾക്ക് മനസ്സിലായില്ല, ഈ ഡോക്ടറിന് മനസ്സിലായില്ല എന്തുകൊണ്ട് ബാക്കിയുള്ള ജനങ്ങൾക്കൊന്നും ഈ വിങ്സ് ഉണ്ടായില്ല എന്ന് മനസ്സിലായില്ല എന്നുള്ള രൂപത്തിലാണ് കേട്ടോ അവിടെ പറയുന്നത്. വെൻ ദി ചൈൽഡ് ബിഗേൻ സ്കൂൾ the sun and rain had caused the collapse of the chicken coop. ഈ ചൈൽഡ്, ഈ കുട്ടി, സിക്കായിട്ടുള്ള കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഈ സണ്ണിൻ്റെ സൂര്യപ്രകാശം അതുപോലെ മഴയും ഒക്കെ കാരണം ഈ കോഴിക്കൂട് ഇങ്ങനെ കൊളാപ്സ് ആവാൻ തുടങ്ങി. കൊളാപ്സ് എന്ന് വെച്ചാൽ തകരാൻ തുടങ്ങി. ദ ഏഞ്ചൽ വെൻ ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദെയർ ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. ആ ഏഞ്ചൽ അതിനകത്ത്, ആ കൂടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴി തെറ്റി മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്. ഹി സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദി സെയിം ടൈം. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഈ ഏഞ്ചലിനെ കാണാൻ പറ്റുന്ന ഒരു രൂപമായി, അതായത് അത്രയും സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഹി കുഡ് സ്കാർസ്ലി ഈറ്റ് ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി ദാറ്റ് ഹി വെന്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റേഴ്സ്. അപ്പോൾ അതിന് ഇപ്പോൾ കുറവായിട്ട് മാത്രമേ കഴിക്കാൻ കഴിയുന്നുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഫോഗി എന്ന് വെച്ചാൽ മൂടി കെട്ടിയ പോലത്തെ കണ്ണായി, അതുകൊണ്ട് തന്നെ അത് ബംപിങ് ഇൻ ടു പോസ്റ്റുകളിലൊക്കെ ഇടിക്കുന്നുണ്ട്. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദി ഷെഡ്. പെലായോ അതിനൊരു ബ്ലാങ്കറ്റ് ഇട്ട് കൊടുത്തു, എന്നിട്ട് അതിനെ ഷെഡിൽ കിടത്തി ഉറക്കി.
Only then did they notice that he had a temperature at night. പിന്നീട് മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത് ഈ ഏഞ്ചലിനൊരു ചൂട് കാണുന്നുണ്ട്, രാത്രിയിൽ ഒരു പനി വരുന്ന പോലത്തെ ഒരു ചൂട് കാണുന്നുണ്ട്. They became alarmed, for they thought he was going to die. അവരതിന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനുശേഷം അവർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അത് മരിക്കാൻ പോവാണ് എന്നുള്ള രീതിയിൽ, ഓക്കെ, അത് മരിക്കാൻ പോവാണ് എന്നുള്ള രീതിയിൽ അവർക്ക് ഫീൽ ചെയ്തു. ആൻഡ് എറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിന്റർ ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദി ഫസ്റ്റ് സണ്ണി ഡേ. അപ്പോൾ അതിനുശേഷം ഇവർക്ക് മനസ്സിലായി അത് അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് വിന്ററിലടക്കം അത് സർവൈവ് ചെയ്തു. എന്നിട്ട് സണ്ണി ഡേയിൽ അത് ഇംപ്രൂവ്, അതിൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ നന്നായിട്ട് വന്നു എന്ന് പറയുന്നത്. ഹി റിമെയിൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ് ഇൻ ദി ഫാർത്തസ്റ്റ് കോർണർ ഓഫ് ദി കോർട്ട്യാർഡ്. ഈ മുറ്റത്തിൻ്റെ ഫാർത്തസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ദൂരത്തിലുള്ള മൂലയിൽ അത് ഒരു അനക്കം ഉള്ളാണ്ട് കുറേ ദിവസം ഇരുന്നിട്ടുണ്ട്, ഓക്കെ. അതായത് അത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിലൂടെ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ഏഞ്ചൽ. അറ്റ് ദി ബിഗിനിങ് ഓഫ് ഡിസംബർ സം ലാർജ് സ്റ്റിഫ് ഫെദേഴ്സ് ബിഗെയിൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. ഡിസംബർ തുടങ്ങുന്ന ആ ടൈമിൽ അതിൻ്റെ വിങ്സിൽ, അതിൻ്റെ ചിറകിൽ പുതിയ നല്ല സ്റ്റിഫായിട്ടുള്ള നല്ല കട്ടിയുള്ള തൂവലുകൾ ഉണ്ടാവാൻ തുടങ്ങി. ദേ ലുക്ക്ഡ് ലൈക്ക് ദി ഫെദേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. ആ വിങ്സ് ഇപ്പോൾ കാണുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫെദേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ, അതായത് ഈ കോലം ഉണ്ടല്ലോ, നമ്മളുടെ ഈ കോലം, ഈ സ്കെയർ ക്രോ, നമ്മളുടെ ഈ കോലം വെക്കുമല്ലോ, അതിൻ്റെ ഫെദേഴ്സ് പോലെ, അതിൻ്റെ തൂവൽ പോലെയാണ് ഫീൽ ചെയ്തത്. വൺ മോർണിംഗ് എലിസണ്ട വാസ് കട്ടിംഗ് സം ബഞ്ചസ് ഓഫ് ഒനിയൻസ് ഫോർ ലഞ്ച് വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ടു ദി കിച്ചൺ. ഒരു രാവിലെ എലിസണ്ട ഒനിയൻ ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാറ്റ് കിച്ചന്റെ ഭാഗത്തോട്ട് വന്നു. Then she went to the window and found the angel in his first attempts at flight. അപ്പോൾ എന്താണ് ഈ എലിസണ്ട കാണുന്നത്? വിൻഡോന്റെ അവിടെ പോയപ്പോൾ എലിസണ്ട കാണുന്നത് ഈ മാലാക അതിന്റെ ചിറക് വെച്ച് പറക്കാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തുന്നതാണ് എലിസണ്ട കാണുന്നത്. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. ക്ലംസി എന്നുള്ള വേർഡിന്റെ മീനിങ് വിചിത്രമായ, അതൊരു വിചിത്രമായ കാഴ്ചയായിരുന്നു. ഇത് ഈ ഷെഡിനെ മുട്ടുന്നുണ്ടായിരുന്നു അല്ലേ, അത് കാരണം ഷെഡ് കെട്ടിയിട്ടുണ്ട്, ആ ഷെഡിൽ ഈ ഏഞ്ചൽ മുട്ടുന്നുണ്ടായിരുന്നു. അതിന് എയറിൽ ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല, കാരണം അതിന് ഫ്ലൈ ചെയ്യാനുള്ള ഒരു ഏരിയ ഇല്ല. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. പക്ഷേ ആ ഏഞ്ചൽ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് ഉയരങ്ങളിൽ എത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഉയരം, ഓക്കെ. എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈറ്റ് ഓഫ് റിലീഫ് ഫോർ ഹിർസെൽഫ് ആൻഡ് ഫോർ ഹിം. എലിസണ്ട ഒരു സമാധാനത്തിൻ്റെ ശ്വാസം എന്നുള്ള പോലെ ഒരു ശ്വാസം വിട്ടു, കാരണം അവനും നല്ലത് നമുക്കും നല്ലത് എന്നുള്ള രീതിയിൽ. വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദി ലാസ്റ്റ് ഹൗസസ്. ഈ ഏഞ്ചൽ പോകുന്ന ലാസ്റ്റ് വീടിൻ്റെ എത്ര വരെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അത്രയും ദൂരം വരെ എലിസണ്ട അവരെ വാച്ച് ചെയ്യാണ്. ഹി വാസ് ഹോൾഡിംഗ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് ദി റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സെനൈൽ വോൾച്ചർ. അപ്പോൾ ഈ ഏഞ്ചലിനെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? പറന്നു പോകുന്ന കാണുമ്പോൾ അതിനെ തന്നെ ഹോൾഡ് ചെയ്തിട്ട് പൊക്കിക്കൊണ്ടുപോകുന്ന പോലെ, ഭയങ്കര റിസ്ക് എടുത്തിട്ട് ഫ്ലൈ ചെയ്യുന്ന പോലെ. ഫ്ലാപ്പിംഗ് ഓഫ് എ സെനൈൽ വോൾച്ചർ. സെനൈൽ എന്ന് വെച്ചാൽ ഈ വാർദ്ധക്യം പിടിച്ച കഴുകനെ പോലത്തെ, അങ്ങനെയാണ് അതിൻ്റെ ചിറകൊക്കെ ഇട്ടടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദി ഒനിയൻസ്. അപ്പോൾ ഈ എലിസണ്ട ഇതിനെ ഈ ഏഞ്ചലിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് പറക്കണത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, ഈ ഒനിയൻസ് കട്ട് ചെയ്യുന്ന ഇടയിലും അത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അൺടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹിർ ടു സീ ഹിം. അപ്പോൾ എലിസണ്ട അതിനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്, അതിന് എത്രത്തോളം ദൂരം, അതിന് കാണാൻ പറ്റാത്ത ദൂരം എവിടെ എത്തുന്നത് അതുവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എലിസണ്ട. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ് ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദി ഹൊറിസോൺ ഓഫ് ദി സീ. അപ്പോൾ ഇനി മുതൽ അവളുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു ഏഞ്ചൽ ഒരു അനോയൻസ് അല്ല, ഒരു ശല്യമല്ല, പക്ഷെ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു കാര്യം, ഒരു നടന്നു പോയ ഒരു കാര്യം എന്നുള്ള രീതിയിൽ മാത്രമാണ് നിൽക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ എ വെരി ഓൾഡ് മെൻ വിത്ത് എനോർമസ് വിങ്സ് എന്നുള്ള സ്റ്റോറി.
അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. കാര്യങ്ങളുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.